ഇന്നത്തെ ദിവസം ആഘോഷത്തിന് കുറച്ചധികം സന്തോഷമുള്ളൊരു കാര്യം എന്ന് വെച്ചാലേ സൗദിയിൽ 2 പതിറ്റാണ്ട് നീണ്ട ജയിൽ ജീവിതത്തിന് ശേഷം അബ്ദുൽ റഹീം ജന്മനാട്ടിലേക്ക് എത്തുന്ന ദിവസം കൂടിയാണ് ഇന്ന്. അല്പസമയത്തിനകം അദ്ദേഹം എത്തും. 7:30 കരിപ്പൂർ വിമാനത്താവളത്തിൽ വിമാനമിറങ്ങും അബ്ദുൽ റഹീം. വിപുലമായ സ്വീകരണമാണ് റഹീമിന് വേണ്ടി ആക്ഷൻ കൗൺസിൽ ഒരുക്കിയിരിക്കുന്നത്. കരിപ്പൂർ വിമാനത്താവളത്തിൽ നിന്നും ബെൻസൺ നമുക്കിപ്പം ചേർന്നുണ്ട്. ബെൻസൺ, ഗുഡ് മോർണിംഗ്. ഒരു പെരുന്നാൾ ദിവസം ഒരു കുടുംബത്തിന് കിട്ടാവുന്ന ഏറ്റവും വലിയ സന്തോഷമാണ് റഹീമിൻ്റെ ഈ വരവ്. റഹീമിൻ്റെ ഒരൊറ്റ ഫോട്ടോ മാത്രമാണ് നമ്മൾ ഇതിനിടയിലൊക്കെയും കണ്ടിട്ടുള്ളത്. അപ്പം എങ്ങനെ ഇരിക്കുകയാണ് റഹീം? അത് കാണാനുള്ളൊരു ആകാംക്ഷ കൂടി നമുക്കൊക്കെ ഉണ്ട്. നീണ്ട 1-2 വർഷമല്ല, 20 വർഷത്തെ ഒടുവിലാണ് റഹീം ഇന്ന്, അതും ഈ ഒരു ദിവസം കുടുംബത്തിനടുത്തേക്ക് വരുന്നത്. ആ ഉമ്മയുടെ കരച്ചിൽ മാത്രം കണ്ടിട്ടുള്ള നമ്മൾ ഇന്ന് ആ ഉമ്മ മനസ്സ് തുറന്ന് ചിരിക്കുന്നതും കൂടി കാണാൻ പോവാണ്. അപ്പോൾ എപ്പോഴേക്കാവും റഹീം എത്തുക? എന്താണ് അവിടുത്തെ ഒരുക്കങ്ങളൊക്കെ, ബെൻസൺ? അതെ സേതുലക്ഷ്മി പറഞ്ഞതുപോലെ തന്നെ ഇന്ന് കോഴിക്കോട്ടുകാർക്ക്, പ്രത്യേകിച്ച് റഹീമിന്റെ കുടുംബത്തിന് ഈ പെരുന്നാൾ ദിനം ഒരല്പം കൂടി മധുരമുള്ള ദിനം കൂടിയാണ്. കഴിഞ്ഞ 20 വർഷം നീണ്ട കാത്തിരിപ്പ്, ആ കാത്തിരിപ്പിന് ഇന്നൊരു വിരാമം ഉണ്ടാവുകയാണ്. ഏകദേശം ഒരു 10 മിനിറ്റിനുള്ളിൽ 7:35 കൂടി തന്നെ അബ്ദുൾ റഹീം നാട്ടിലേക്ക് എത്തും. അദ്ദേഹം വന്നുകൊണ്ടിരിക്കുന്ന ഫ്ലൈറ്റ് 7:35 കൂടി തന്നെ ഇവിടെ എത്തിച്ചേരുകയും അദ്ദേഹം പുറത്തേക്ക് എത്തുകയും ചെയ്യും എന്നുള്ളതാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അവസാനവട്ട നടപടിക്രമങ്ങളെല്ലാം തന്നെ അവിടെ പൂർത്തിയാക്കി. ഇന്നലെ രാത്രി ഏകദേശം 11 മണിയോടുകൂടി തന്നെ അവിടെ നിന്നും വിമാനം കയറിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വിമാനത്തിൽ നിന്നുള്ള ഫോട്ടോ ഉൾപ്പെടെ നമ്മൾ നേരത്തെ കണ്ടതാണ്. ഇതിൽ ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് നമ്മൾ ഇതിന്റെ മുൻകാലങ്ങൾ കാര്യമായി തന്നെ ഒന്ന് പരിശോധിക്കേണ്ടതുണ്ട്. അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, കഴിഞ്ഞ 20 വർഷം നീണ്ടു നിന്ന ഒരു പോരാട്ടത്തിന്റെ ഭാഗമായാണ് അദ്ദേഹം തിരികെ നാട്ടിലേക്ക് എത്തുന്നത്. വധശിക്ഷ 2 തവണ വധശിക്ഷ റിയാദ് കോടതി പ്രഖ്യാപിക്കുകയും സൗദി കോടതി ക്രിമിനൽ കോടതി പ്രഖ്യാപിക്കുകയും അതിനുശേഷം അതിനെതിരെ നിയമ പോരാട്ടം നടത്തി അതിൽ നിന്നും രക്ഷപ്പെടുകയും ചെയ്താണ് അദ്ദേഹം നാട്ടിലേക്ക് എത്തുന്നത് എന്നുള്ളത് തന്നെയാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 2006 നവംബർ 18 തീയതിയാണ് ഡ്രൈവർ ജോലിയുടെ ഭാഗമായി അദ്ദേഹം അവിടേക്ക് എത്തിച്ചേരുന്നത്. അവിടെ എത്തി ഏകദേശം 1.5 മാസക്കാലം മാത്രമാണ് അദ്ദേഹം ജോലി ചെയ്യാൻ കഴിഞ്ഞത്. ഡിസംബർ 24 തീയതി 2006 ഡിസംബർ 24 തീയതിയാണ് ഈ സംഭവം, ഈ കേസിനാസ്പദമായ സംഭവം നടക്കുന്നത്. സൗദി ബാലനായ ഒരു 18 വയസ്സുകാരൻ്റെ മരണവുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹം ജയിലിലാകുന്നത്. തുടർന്ന് വലിയ നിയമ പോരാട്ടങ്ങളിലൂടെയാണ് കടന്നുപോയത്. 2013 കൂടി തന്നെ ഈ സൗദി ബാലന്റെ പിതാവ് മരിച്ചതോടുകൂടി തന്നെ ആ കുടുംബവുമായി ബന്ധപ്പെടാനുള്ള, അല്ലെങ്കിൽ അവരുമായി നെഗോഷിയേറ്റ് ചെയ്യാനുള്ള എല്ലാ സാധ്യതകളും അവിടെ അടയുകയായിരുന്നു. പിന്നീട് ഈ സൗദി ബാലന്റെ മാതാവും കുടുംബാംഗങ്ങളുമായി നടത്തിയിട്ടുള്ള നിയമപരമായിട്ടുള്ള പോരാട്ടങ്ങളുടെ ഭാഗമായാണ് പിന്നീട് ഇപ്പോൾ ഈ ഒരു മോചനം സാധ്യമായത്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ 2 തവണയാണ് റിയാദ് ക്രിമിനൽ കോടതി അദ്ദേഹത്തിന്റെ വധശിക്ഷ ശരിവെക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയത്. പിന്നീട് നടന്ന നിയമ പോരാട്ടങ്ങളും കുടുംബം 34 കോടി രൂപ ദിയാധനമായി സ്വീകരിച്ച് അദ്ദേഹത്തെ മോചിപ്പിക്കാൻ തയ്യാറാണ് എന്നറിയിക്കുകയും ചെയ്തു. അങ്ങനെ വധശിക്ഷ റദ്ദാക്കുന്നു. അതിനുശേഷവും തുടർ നിയമ പോരാട്ടങ്ങൾ നടത്തേണ്ടി വന്നു. അങ്ങനെ കഴിഞ്ഞ 20 വർഷം നീണ്ടുനിന്ന പോരാട്ടം, ആ പോരാട്ട കാലയളവിലെല്ലാം തന്നെ പല വിധത്തിലുള്ള ആളുകൾ, സാമൂഹിക, രാഷ്ട്രീയ, സാംസ്കാരിക രംഗത്തെ നിരവധി പ്രമുഖർ ഇടപെട്ടതിന്റെ പേരിലാണ് ഇത്രത്തോളം ഈ ഒരു വധശിക്ഷ റദ്ദാക്കുകയും അദ്ദേഹത്തെ നാട്ടിലേക്ക് എത്തിക്കാൻ സാധിക്കുകയും ചെയ്തത് എന്നുള്ളത് തന്നെയാണ്. മുൻ മുഖ്യമന്ത്രിയായിരുന്നു ഉമ്മൻചാണ്ടി, അതോടൊപ്പം തന്നെ PK കുഞ്ഞാലിക്കുട്ടി, അങ്ങനെ നിരവധിയായിട്ടുള്ള രാഷ്ട്രീയ പ്രമുഖർ, അതോടൊപ്പം തന്നെ വ്യവസായികൾ, യൂസഫ് അലി അടക്കമുള്ള ആളുകൾ. അതിനുശേഷം നമ്മൾ കണ്ടതാണ് സേവ് അബ്ദുൾ റഹീം ആപ്പ് എന്ന പേരിൽ ഒരു ആപ്പ് നിർമ്മിക്കുകയും ഈ ദിയാധനം നേടുന്നതിന് വേണ്ടി വലിയ രീതിയിലുള്ള ക്യാമ്പയിൻ കേരളത്തിലൊട്ടാകം നടക്കുകയും അതിൽ ബോബി ചെമ്മണ്ണൂർ അടക്കമുള്ള വ്യവസായികൾ ഇടപെടുകയും അങ്ങനെ ആ മാധ്യമങ്ങളുടെ ഉൾപ്പെടെയുള്ള ഇടപെടലിനെ തുടർന്നാണ് 34 കോടി രൂപ അവർക്ക് കളക്ട് ചെയ്യാൻ സാധിച്ചത്. അതും ഈ ദിയാധനം നൽകേണ്ടതിന്റെ 2 ദിവസം മുൻപ് തന്നെ ഈ പണം പൂർണ്ണമായും ശേഖരിക്കാൻ കഴിയുകയും അത് ആ കുടുംബത്തിന് നൽകുകയും പിന്നീട് ഈ കുടുംബം ദിയാധനം സ്വീകരിക്കുകയും ഇദ്ദേഹത്തിന് മോചനം നൽകുകയുമായിരുന്നു. അങ്ങനെ നീണ്ട 20 വർഷം നീണ്ടു നിന്ന ഒരു നിയമ പോരാട്ടം അതിനെല്ലാം തന്നെ ഒരു അന്ത്യം കുറിക്കുകയാണ്. മുൻപ് ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ, അല്ലെങ്കിൽ കഴിഞ്ഞ കാലങ്ങളിലെല്ലാം തന്നെ ഈ വാർത്താ റിപ്പോർട്ടിങ്ങിന്റെ ഭാഗമായി നമ്മൾ അബ്ദുൾ റഹീമിന്റെ വീട്ടിലെത്തുമ്പോൾ അവിടെ അബ്ദുൾ റഹീമിന് ഉമ്മയെ നമ്മൾ പലപ്പോഴും കാണാറുണ്ടായിരുന്നു. അപ്പോഴെല്ലാം കരഞ്ഞുകൊണ്ടായിരുന്നു അവർ നമ്മളോട് ഇക്കാര്യങ്ങളെല്ലാം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. മകനെ ഒരു നോക്ക് കണ്ടതിന് ശേഷം മരിക്കണം എന്നുള്ളതാണ് തന്റെ ആഗ്രഹം എന്നുള്ളത് മാത്രമായിരുന്നു ഓരോ ഘട്ടത്തിലും ഈ ഉമ്മയെ കാണുമ്പോൾ ഉമ്മയ്ക്ക് നമ്മളോട് പറയാനുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് ആ ദിവസം വന്നെത്തുകയാണ്. ഇന്നൊരു പെരുന്നാൾ ദിനമാണ്. ഈ പെരുന്നാൾ ദിനത്തിൽ തന്നെ മകനെ തിരികെ കിട്ടുന്ന സന്തോഷത്തിലാണ് ആ ഉമ്മയുള്ളത്. നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ അവരുടെ വീട്ടിൽ ചെല്ലുമ്പോൾ ഉമ്മ പറയുമായിരുന്നു, ഞാനിനി നിങ്ങളോട് സംസാരിക്കാം, അതായത് മാധ്യമങ്ങളോടും പൊതുജനങ്ങളോടുമായി സംസാരിക്കാം, മകനെ നേരിൽ കണ്ടതിന് ശേഷം ഇനി
സംസാരിക്കാം എന്നുള്ളതായിരുന്നു ആ ഉമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് അല്പസമയത്തിന് ശേഷം റഹീം എനിക്ക് പിന്നിൽ കാണുന്ന ഈ വാതിലൂടെ പുറത്തേക്ക് വരും. അതിനുശേഷം വീട്ടിലേക്ക് എത്തും. വീട്ടിലെത്തിയതിനു ശേഷം ഉമ്മയെ കാണുന്ന ആ രംഗത്തിന് വേണ്ടിയാണ് നമ്മളെല്ലാവരും കേരളം മുഴുവൻ കാത്തിരിക്കുന്നതും ആ ഒരു ഒറ്റ നിമിഷത്തിന് വേണ്ടിയിട്ടാണ് ബെൻസൺ. കാരണം ആ ഉമ്മയുടെ കരച്ചിൽ അല്ലെങ്കിൽ ആ ഒരു സങ്കടം മാത്രമേ നമ്മളൊക്കെ കണ്ടിട്ടുള്ളൂ. ആ മകനെ 20 വർഷത്തിന് ശേഷം ആ മകനെ കാണുമ്പോൾ ആ ഉമ്മ ഇതുവരെ നമ്മളോടൊന്നും സംസാരിച്ചിട്ടില്ല. എപ്പോഴും ഇങ്ങനെ ചോദിക്കുമ്പോഴും പറയും മകൻ കൂടി വരട്ടെ, അതിനുശേഷം നിങ്ങളോട് സംസാരിക്കും. അപ്പോൾ ഇന്ന് ആ ഉമ്മ സംസാരിക്കും. എന്താവും പറയാനുള്ള ഇത്രയും കാലത്തെ ഒരു കാത്തിരിപ്പല്ലേ? എന്തൊരു വിഷയമാണത്. അപ്പോൾ എന്താ പറയാനുള്ളതെന്നൊക്കെ അത് നമുക്ക് ആക്ച്വലി പറയാനൊരു വാക്കുകൾ കിട്ടി. നമ്മൾ വാക്കുകൾക്ക് വേണ്ടി പരുതി പോകില്ല. അങ്ങനത്തെ ഒരു നിമിഷമാണ്. ഈ എല്ലാത്തിൻ്റെയും എക്സ്ട്രീം അങ്ങനെയാണല്ലോ. സന്തോഷത്തിൻ്റെ ആണെങ്കിലും സങ്കടത്തിൻ്റെയും ഒക്കെയും എക്സ്ട്രീമിലേക്ക് പോകുമ്പോഴത്തേക്കും നമ്മൾ വാക്കുകൾക്ക് വേണ്ടി പരതും, ക്ഷാമം നേരിടും നമ്മളൊക്കെ. ആ ഒരു ഘട്ടമാണ് അല്ലെങ്കിൽ ആ ഒരു മൊമെൻ്റാണ് അബ്ദുൾ റഹീം നാട്ടിലേക്ക് വരുമ്പോൾ എന്താകും നടക്കുക എന്നുള്ളത് ഓർക്കുമ്പോൾ തന്നെ ഉണ്ടാകുന്നത്. അപ്പോൾ